2 ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിലെ തിയറി പോർഷനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാരിറ്റി, വൊക്കാബുലറി, എക്സ്പ്രഷൻ. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ഹിസ്റ്ററി പോർഷൻ അത് സ്റ്റോറീസിലൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ ലെസൺസ് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് തോന്നും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റോറീസിലൂടെ എമ്പതി അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇമോഷണലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ മെമ്മറി റിട്ടൻഷൻ പവർ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് സ്റ്റോറീസ് ആളുകൾ പെട്ടെന്ന് റിമെമ്പർ ചെയ്യും ബെറ്റർ ദാൻ ഫാക്ട്. ഓക്കെ. പിന്നെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എൻകറേജ് ചെയ്യുന്നു. അതായത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും ഇമാജിൻ ചെയ്യാനും സ്റ്റോറീസ് കേൾക്കുമ്പോൾ പറ്റുന്നു. ഇപ്പോൾ ഹാരി പോട്ടർ പോലുള്ള ഫാൻറ്റസി ടെയിൽസ് ഒക്കെ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ് നമ്മുടെ മൈൻഡിൽ വരും. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മോറൽ വാല്യൂസ് പഠിപ്പിക്കും. ഈ പഞ്ചതന്ത്ര സ്റ്റോറീസ്, ഈസോപ്പ് ഫേബിൾസ്, അതിനകത്തൊക്കെ ഒരു മോറൽ ലെസണാണ് ലാസ്റ്റ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ വിസ്ഡം ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ലെസൺ കിട്ടുന്ന പോലെയായിരിക്കും ഉള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ചും ട്രഡീഷനെ കുറിച്ചും നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ. ഫോക്ക് ടെയിൽസ് ഇൻ കേരള ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നാടോടി കഥകളൊക്കെ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൾച്ചറിനെയും ട്രഡീഷനെ അറിയാൻ പറ്റും. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ. ആൻഡ് എൻ്റർടൈൻമെൻറ്റിനെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷനും സ്റ്റോറീസിലൂടെ പ്രൊവൈഡഡ് ആവുന്നുണ്ട്. ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഐഡിയാസിനെ നമ്മൾ സ്റ്റോറീസിൻ്റെ രൂപത്തിൽ പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എക്സാമ്പിൾ ഈ സയൻറ്റിഫിക് കോൺസെപ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ വരുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പുതിയ വേർഡ്സും സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും ഒക്കെ സ്റ്റോറികൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിലൂടെ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്റ്റോറീസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. അതായത് വലിയ വലിയ ആളുകളുടെയൊക്കെ ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ് ഒക്കെ വായിക്കുന്നത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. മറ്റേ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ പോലുള്ള ബുക്കുകൾ. പിന്നെ ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതായത് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരുന്നില്ലേ. ഓരോ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓരോ പ്രൊഡക്ട്സിൻ്റെ ഓരോ സ്റ്റോറിയിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബ്രാൻഡുകൾ സ്റ്റോറി ടെല്ലിംഗ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ. ഓക്കെ. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഒരു വെൽ ടോൾഡ് സ്റ്റോറിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ സ്ട്രക്ചർ. ഒരു ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് വേണം. ഒരു ലോജിക്കൽ ഫ്ലോ വേണം. സെക്കൻഡ് തിങ്, സ്ട്രോങ് പ്ലോട്ട് ആയിരിക്കണം. ഒരു ഇവൻസിന് ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. അത് എൻഗേജിങ് ആയിരിക്കണം. തേർഡ് വൺ ഇസ് റിലേറ്റബിൾ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണുമ്പോൾ അത് റിയൽ ആണെന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് മാറ്റുക. കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലം വേണം. ഫോർത്ത് പോയിന്റ്, ഓരോ സ്റ്റോറിക്കകത്ത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഹീറോ തടസ്സങ്ങൾ ഫേസ് ചെയ്താൽ നമുക്ക് ആ ഒരു സ്റ്റോറി ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് തോന്നും. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് വേണം. പിന്നെ ആ ടേണിംഗ് പോയിന്റിനെ അല്ലെങ്കിൽ ക്ലൈമാക്സിനെ അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ റിസോൾവ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ആ സ്റ്റോറിക്ക് ഒരു ഇമോഷണൽ അപ്പീൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഫീലിങ്സിനെ ഇവോക്ക് ചെയ്യാൻ സാധിക്കണം. സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും ചിരിപ്പിക്കുന്നതാണെങ്കിലും സന്തോഷപ്പെടുത്തുന്നതാണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങിന് നല്ല രീതിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തീം യൂസ് ചെയ്യുക അല്ലേ. ഓപ്പണിങ് നല്ല എൻഗേജിങ് ആക്കി മാറ്റുക. നമ്മുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ബിഗിനിങ് ആക്കുക. കുറച്ച് ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ഡയലോഗ്സും നല്ല രീതിയിലുള്ള ഡയലോഗ്സ് യൂസ് ചെയ്യുക. ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കുക. യുണീക്ക് ഐഡിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് നമുക്ക് കിട്ടും. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്റ്റോറി ടെല്ലറിന് ലിസണറിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് ഇരുത്താൻ സാധിക്കണം. ഓക്കെ. ഇതൊക്കെയാണ് ഒരു വെൽ മെയ്ഡ് സ്റ്റോറിക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സ്റ്റോറീസ് ഫോർ നറേഷൻ. എങ്ങനെ നമുക്ക് ഒരു സ്റ്റോറി നറേഷന് വേണ്ടി അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഏജ് അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടായിരിക്കണം. അതായത് ഓഡിയൻസിൻ്റെ ഏജിനനുസരിച്ചുള്ള സ്റ്റോറീസ് വേണം ചൂസ് ചെയ്യാൻ. ഫെയറി ടെയിൽസ് അഡൾട്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല, നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് കൂടുതലും സ്യൂട്ടബിൾ ആവുന്ന ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് കൾച്ചറൽ റെലവൻസ് ഉണ്ടായിരിക്കണം. ഓഡിയൻസിൻ്റെ കൾച്ചറിനുമായിട്ട് ഒരു ബന്ധം വേണം. എന്നാലേ അവർക്കത് മനസ്സിലാവത്തുള്ളൂ. മൂന്നാമത്തത്, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം സ്റ്റോറി ടെല്ലിങ്ങിന്. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയാണോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണോ കഥ പറയുന്നതെന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസ്, ഒരു പർപ്പസ് വേണം. പിന്നെ സ്റ്റോറിയുടെ ലെങ്ത്ത്, നമുക്ക് തന്നിരിക്കുന്ന ടൈമിന് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം കഥ പറഞ്ഞു പോകാൻ. ഒരുപാട് കൂടരുത്, ഒരുപാട് ഷോർട്ട് ആവുകയും ചെയ്യരുത്. സിമ്പിൾ ലാംഗ്വേജിൽ വേണം പറയാൻ. ഓഡിയൻസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കി ഇരുത്തണം.
മെസ്സേജ് ക്ലിയർ ആയിരിക്കണം നമ്മൾ പറയുന്നതിലൂടെ. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് കൊണ്ടുവരിക ശ്രമിക്കുക. അപ്പം പിന്നെ ഫെമിലിയർ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ യുണീക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു മോറൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വാല്യൂ കൊണ്ടുവരാൻ ശ്രമിക്കുക. എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണെങ്കിൽ ഓഡിയൻസ് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടുന്നത്. ഇനി റൂൾസ് ആൻഡ് സ്റ്റെപ്സ് ഫോർ സ്റ്റോറി ടെല്ലിംഗ്. നമ്മൾ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് റൂൾസും സ്റ്റെപ്സും എന്താണ്? കഥ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഥ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. അപ്പോൾ നോ യുവർ സ്റ്റോറി വെൽ. പ്ലോട്ടും ക്യാരക്ടേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക സ്റ്റോറി ടെല്ലർ. ഓഡിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്ത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു സ്ട്രോങ് ഓപ്പണിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, സസ്പെൻസ് ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, വോയിസ് മോഡുലേഷൻ വേണം. കഥ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീക്കറിൻ്റെ സൗണ്ടിൽ അല്ലെങ്കിൽ വോയിസിലാണ് കഥ ഇരിക്കുന്നത്. എവിടെയൊക്കെയാണ് പോസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണോ ടോൺ കൂട്ടേണ്ടത്, എവിടെയൊക്കെയാണോ സ്പീഡ് കൂട്ടേണ്ടത്, അതെല്ലാം അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ബോഡി ലാംഗ്വേജ് നോക്കുക, സംസാരിക്കുന്ന രീതി, ഐ കോൺടാക്റ്റ് ഓഡിയൻസുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഡയലോഗ്സ് ക്യാരക്ടേഴ്സ് പറയുന്ന രീതിയിലെങ്കിലും ഒന്ന് പറയാൻ ആക്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ലാംഗ്വേജ് സിമ്പിളും ക്ലിയറും ആയിരിക്കണം. ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. ഒരു സ്ട്രോങ് കൺക്ലൂഷൻ വെച്ചിട്ട് വേണം എൻഡ് ചെയ്യാൻ, എന്നാലേ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ കിട്ടുകയുള്ളൂ. ഓഡിയൻസിനെയും കൂടി കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസും റിഹേഴ്സലും നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 തിയറി പോർഷനകത്ത് വരുന്നത്.